قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. والذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. صدق الله العظيم. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിലുടനീളം തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാടൊട്ടുക്കും പുതുവർഷ ആഘോഷം സജീവമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ആഘോഷമാണ് എന്നതാണ്. അത് മതപരമായതും രാഷ്ട്രീയമായതും സാംസ്കാരികമായതും എല്ലാം ആഘോഷമാണ്. ആശുപത്രികൾ പോലും ആഘോഷമാണ്. ഹോസ്പിറ്റൽ സർവീസ് എന്നതിൽ നിന്ന് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്ന നിലയിലേക്ക് മാറിയപ്പോൾ എല്ലായിടത്തും ഓഫറുകളും ആഘോഷങ്ങളുമായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ കലാലയങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും മനുഷ്യർ കണ്ടുമുട്ടുന്ന എല്ലായിടത്തും ന്യൂ ഇയർ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഒരു പുതുമയുള്ളത്? ഒരു കലണ്ടർ മാറ്റി വേറെ ഒരു കലണ്ടർ വെക്കുന്നു. 2023 എന്നതിന് പകരം 2024 എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതുന്നതിൽ എന്താണ് സന്തോഷിക്കാനുള്ളത്? ഇനി വരാനുള്ള ഒരു കാലത്തേക്ക് അത് സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന ആശംസയാണെങ്കിൽ നമ്മളൊരു വർഷം കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ച് വല്ലതുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പോയ വർഷത്തിൽ എന്താണ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ തിരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ? കഴിഞ്ഞ 12 മാസത്തെ കുറിച്ച് ആലോചിച്ച് എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ലാഭമാണ് നഷ്ടമാണ് എന്ന് വിലയിരുത്തി ചിലതൊക്കെ ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ഒക്കെ നിശ്ചയിച്ചു വെച്ചിട്ടാണോ നമ്മളിൽ നിന്നൊരു കൊല്ലം കടന്നു പോകുന്നത്? നമ്മൾ നമ്മുടെ പ്രായം കണക്കാക്കുന്നത് ഈ കലണ്ടർ അനുസരിച്ചാണ്. എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഹിജറ കലണ്ടർ അനുസരിച്ചല്ല നമ്മൾ പറയാറുള്ളത്. നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഈ കലണ്ടർ അനുസരിച്ചാണ്. എങ്കിൽ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സ്, ആ ഒരു വയസ്സ് ഒരു വർഷം കൂടി നഷ്ടപ്പെട്ടല്ലോ. എൻ്റെ കുടുംബ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് മാറ്റം വരുത്താനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്? എൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ, എൻ്റെ ഗൃഹഭരണത്തിൽ, എൻ്റെ വരുമാനത്തിൽ, ചെലവഴിക്കലുകളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ന്യൂ ഇയറിന് ഹാപ്പി എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? പള്ളി പൊളിച്ചിടത്ത് അമ്പലം ഉണ്ടാക്കുക മാത്രമല്ല, ആ കയ്യേറിയ ഭൂമിയിൽ, കയ്യേറിയതാണ് ഭൂമി എന്ന് കോടതിയും സമ്മതിച്ചതാണല്ലോ. അപ്പോൾ അതൊരു തർക്കഭൂമിയല്ല യഥാർത്ഥത്തിൽ.
എന്തായിരുന്നു മുസ്ലിം സമൂഹം നാടൊട്ടുക്കും പറഞ്ഞു വന്നിരുന്നത്? ഫാസിസ്റ്റുകളല്ലാത്ത മുഴുവൻ മനുഷ്യരും പറഞ്ഞിരുന്ന സത്യം, അതിനെ പരമോന്നത നീതിപീഠം അംഗീകരിക്കുകയാണല്ലോ ചെയ്തത്. അവിടെ മസ്ജിദാണ് ഉണ്ടായിരുന്നത്, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല, ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതല്ല, അവിടെ പള്ളിയാണ് പൊളിച്ചത് എന്നൊക്കെ നമ്മുടെ നീതിപീഠം തന്നെ പറഞ്ഞല്ലോ. പക്ഷെ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം എന്നിടത്താണല്ലോ അഹിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ പിടിച്ചെടുത്ത് പള്ളി പൊളിച്ചെടുത്തുണ്ടാക്കുന്ന പുതിയ ആ ബിൽഡിങ്ങിന് ക്ഷേത്രം എന്ന് പേരിടുകയും അതിൽ പ്രതിഷ്ഠ നടത്താൻ പോവുകയും ചെയ്യുകയാണ്. ആ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതര ശക്തികളുടെ പ്രതികരണം എന്താണ് അതിനോടൊക്കെ പറഞ്ഞത്? പോയ കാലത്തിൽ നിന്ന് വല്ല പാഠവും പഠിക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും കഴിയുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ വ്യക്തിപരം മുതൽ രാഷ്ട്രീയ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു പുതിയ കാലത്തെക്കുറിച്ച്, ഒരു പുതിയ ലോകത്തെക്കുറിച്ച് നമുക്ക് വല്ല പ്രതീക്ഷയും ഉണ്ടാകണമെങ്കിൽ കഴിഞ്ഞ കാലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിലയിരുത്തണ്ടേ? അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലും സാധ്യമാകാതെ നമ്മൾ എന്ത് ആഘോഷമാണ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. 10,000-കണക്കിന് ബൾബുകൾ കത്തിച്ചു വെച്ചിട്ടും നമ്മൾ ജീവിക്കുന്ന ലോകം വലിയ ഇരുട്ടിലാണ് ഉള്ളത്. നമ്മുടെ കലാലയങ്ങളെ സംബന്ധിച്ച് അത് സംസ്കാരത്തിന്റെ കൊലാലയമായി മാറുന്നില്ലേ എന്നത് ഗൗരവത്തിലുള്ള ഒരു ചർച്ച വേണ്ടതാണ്. നമ്മുടെ മക്കളെ വലിയ പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത്. കുറച്ചുകൂടി ഒരു സേവന മനസ്സൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് NSS പോലെയുള്ളതിലൊക്കെ ചേരുന്നത്. ഇപ്പം അതിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ എന്താണ്? അവിടെ കുട്ടികൾക്ക് നല്ല ബോധമുണ്ടാക്കി കൊടുക്കേണ്ടതിന് പുരോഗമനപരമായ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന മറവിൽ തനിച്ച അശ്ലീലം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകം തന്നെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ള, നേരിനെ, നീതിയെ, മൂല്യങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവരും സമര പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്വവർഗ രതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. LGBTQI പോലെയുള്ള ജെൻഡർ പൊളിറ്റിക്സ്, തനിച്ച തോന്നിവാസങ്ങൾ പുരോഗതിയുടെ പേരിൽ, പരിഷ്കാരത്തിന്റെ പേരിലൊക്കെ അടിച്ചേൽപ്പിക്കുന്ന യൂണിഫോം വിവാദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നമ്മളത് പറഞ്ഞു. കുടുംബശ്രീ വഴിയും വിദ്യാലയങ്ങൾ വഴിയുമൊക്കെ അരാജകത്വം പഠിപ്പിക്കുന്നു, മതരാഹിത്യത്തിന് പ്രോത്സാഹനം നൽകുന്നു, മൂല്യച്യുതിക്ക് അരങ്ങ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വരികയുണ്ടായി കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിക, മതരംഗത്തുള്ള ആളുകൾ എല്ലാവരും രംഗത്ത് വന്നു. തൽക്കാലം അതങ്ങനെ കെട്ടടങ്ങി നിൽക്കുകയാണ്, തീർന്നു എന്നാണ് പലരും വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. അതൊക്കെ ഉള്ളിലിങ്ങനെ ഇപ്പോഴും ചാരം മൂടി കിടക്കുന്ന കനല് പോലെ അതങ്ങനെ കിടക്കുകയാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ ക്യാമ്പിൽ അത് വീണ്ടും എടുത്ത് വിളമ്പുന്നു. അവിടെ സ്വവർഗരതിക്ക് അനുകൂലമായ ഒരു മനസ്സ് പാകപ്പെടുത്തുന്നു. ലോകതലത്തിൽ നടന്നിട്ടുള്ള പഠനം എന്നുള്ള പേരില് ആധുനിക ലോകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പാശ്ചാത്യ ലോകത്ത് തന്നെ അബദ്ധമായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ വലിയ ആധികാരിക രേഖയായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ പെൺകുട്ടികൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് ഒഴിഞ്ഞു മാറുന്നത്? ആദ്യമൊക്കെ ഞാൻ കുറച്ച് പഠിക്കട്ടെ എന്നാണ് പറയാൻ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഇവൾക്ക് വല്ല പ്രേമബന്ധം ഉണ്ടോ എന്ന് വിചാരിക്കും. അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബന്ധമൊന്നും ഉണ്ടായിട്ടല്ല, പ്രേമബന്ധമൊന്നും ഉണ്ടായിട്ടല്ല, വിവാഹം വേണ്ട. എത്രയോ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നൊരു പ്രത്യേകമായ ഒരു ജാതി മത സമൂഹത്തിനെ മാത്രം ബാധിക്കുന്ന കേസല്ല. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം തകരുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് നമ്മുടെ മക്കളുടേത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നേരല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെന്തിനാണ് നമുക്ക് നേരം?
അല്ലെങ്കിൽ തന്നെ കുടുംബം എന്ന സ്ഥാപനം അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്തിനാണ്? ഭാവി തലമുറയെ അള്ളാഹുവിന്റെ ഖലീഫമാരായിട്ട് വളരാൻ വേണ്ടിയുള്ള പരിശീലന കേന്ദ്രം എന്ന നിലക്കാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ജീവികളുണ്ടല്ലോ, പക്ഷികളും മൃഗങ്ങളും, ചെറുതും വലുതും, കാണുന്നതും കാണാത്തതും ഒക്കെ ഉണ്ടല്ലോ. അവയൊക്കെ ഇര തേടുന്നുണ്ട്, അതൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, അതാതിൻ്റെതായ കൂടുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷ തേടാനുള്ള പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇര തേടുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ഒക്കെ ചെയ്യുക മാത്രമാണ് മനുഷ്യന്റെ പണിയെങ്കിൽ പിന്നെ എന്തിനാ കുടുംബം? കുടുംബം എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ്? മറ്റൊരു സൃഷ്ടിക്കും ഇല്ലാത്ത ഒരു പദവി, ഒരു ഉത്തരവാദിത്വം അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹിന്റെ ഖലീഫ എന്നുള്ള സ്ഥാനമാണ്. ആ സ്ഥാനം കൊടുത്തിട്ടാണ് വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കൾ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഈ സ്ഥാപനത്തിന്റെ അടിക്കല്ലിളക്കി കളയുക, അതിനെ തകർത്ത് കളയുക എന്നത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വളരെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് നിലനിൽക്കുന്ന സ്ഥാപനമാണ്. അതിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ മൂല്യങ്ങളെ തകർത്ത് കളയാൻ ഉള്ള പാഠ്യപദ്ധതികൾ വീണ്ടും വീണ്ടും പേർത്തും ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങനെ നമ്മുടെ തലമുറകളെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുക, ഇരുട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 10,000-കണക്കിന് ബൾബുകൾ കത്തിച്ചു വെച്ചിട്ടും ലോകം ഇരുട്ടിലാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. വലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത്, റബ്ബ് പറയുന്നുണ്ട് നിഷേധികൾ. ആ നിഷേധികൾ എന്ന് പറയുന്നത് ദൈവേതര ശക്തികൾ, ആ ദൈവേതര ശക്തികളുടെ വലിയുകളാണ്. ദൈവേതര ശക്തികളാണ് അവരുടെ വലിയ എന്ന് പറയുന്നത്. അവരുടെ രക്ഷാധികാരികൾ അങ്ങനെയുള്ളവരാണ്. എന്താണ് അവർ ചെയ്യുക? യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, അവർ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് സമൂഹത്തെ നയിക്കുക. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്, പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവർ മനുഷ്യരെ നയിക്കും. ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്, നമ്മുടെ അയൽപക്കത്തല്ല, നമ്മുടെ വീട്ടിൽ നടക്കുകയാണ്. അങ്ങനെ ആരും കരുതണ്ട എൻ്റെ വീട് സുരക്ഷിതമാണ്, എൻ്റെ മക്കളൊക്കെ സുരക്ഷിതരാണ്, അങ്ങനെയൊന്നും ആരും കരുതണ്ട. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ സ്വാലിഹികളാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ആ ആഗ്രഹം സഫലീകരിക്കപ്പെടണമെങ്കിൽ, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനു പാകത്തിലുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. തുറന്നു വെച്ച കണ്ണുകൾ ഉണ്ടാകണം. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒഴിവില്ല, നമുക്ക് തിരക്കാണ്. നമ്മൾ എവിടേക്കാണ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഹോദരന്മാരെ, മരണമെന്നൊന്നുണ്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് എവിടെ വെച്ച് എപ്പോൾ എന്നെ പിടികൂടും? ഞാൻ ആഗ്രഹിക്കുന്ന വിധം എൻ്റെ കച്ചവടമൊക്കെ വിജയിച്ചതിന് ശേഷമാണോ പിടികൂടുക? ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ മക്കളെ ഒക്കെ എത്തേണ്ടിടത്ത് എത്തിച്ചതിന് ശേഷമാണോ പിടികൂടുക? എപ്പോഴാണ് മരണം പിടികൂടുന്നത്? അള്ളാഹു പറഞ്ഞല്ലോ, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? ഒരു പക്ഷേ ഒരു അപകടത്തിന്റെ രൂപത്തിൽ, ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനത്തിന്റെ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കരുതിയിട്ടുണ്ട്. റോഡരികിലൂടെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. വാഹനം കാണുമ്പോൾ എല്ലാത്തിനും ഇപ്പുറത്തേക്ക് നമ്മൾ കയറി സുരക്ഷിതം എന്ന് കരുതുന്ന സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് കാര്യം, ആ വാഹനത്തിന് നിയന്ത്രണം വിട്ടാൽ അപകടത്തിന്റെ രൂപത്തിൽ എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ റോട്ടിൽ വെച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം നടന്നിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ. വലിയ വലിയ രോഗങ്ങളുടെ രൂപത്തിലാണ്, വളരെ പെട്ടെന്ന് വരികയാണ്.
വളരെ പെട്ടെന്നാണ്. ചെറിയ രോഗങ്ങളൊന്നുമല്ല. കള്ളക്കണക്ക് പറഞ്ഞ് പെരുപ്പിച്ച് ആളുകളെ ഭീതിയിലാഴ്ത്തിയിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ രോഗങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനൊന്നും അല്ലാതെ തന്നെ മാരകമായ രോഗങ്ങൾ, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മടക്കമില്ല എന്ന് രോഗിക്കും പരിചരിക്കുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. എന്താ നമ്മൾ പറയാ? ആരെയാണ് നമ്മൾ സമാധാനിപ്പിക്കുക? ആരെയാണ് നമ്മൾ ആശ്വസിപ്പിക്കുക? നമ്മുടെ ശരീരം ക്യാൻസർ കോശങ്ങളിൽ നിന്ന് മുക്തമാണ്, സുരക്ഷിതമാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നമ്മുടെ വൃക്കകൾ നല്ല ശേഷിയുള്ളതാണ്, ഒരു പരിക്കും പറ്റാത്തതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, അതിന്റെ തുടിപ്പ് എപ്പോഴാണ് നിശ്ചലമാവുക എന്നതിനെ കുറിച്ച് നമുക്കറിയാമോ? അപകടത്തിന്റെ രൂപത്തിൽ, രോഗങ്ങളുടെ രൂപത്തിൽ, ഇനി ഒരു രോഗമില്ലാതെ തന്നെ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അതിന് അറ്റാക്ക് എന്ന് പറയും, ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയും. എപ്പോഴാണ്? ഇതിന്റെ മുൻഗണന ആർക്കറിയാം? ഇതിന്റെ യുക്തി ആർക്കറിയാം? നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കേണ്ടുന്ന കാര്യങ്ങൾ പിന്നേക്ക് വെക്കാൻ ഒരു ന്യായവും നമ്മുടെ കയ്യിലില്ല. എന്നിട്ട് നമ്മൾ ഒരു ഒഴിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും നമുക്ക് നേരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ജാഗ്രത കാണിക്കുക. പരിശുദ്ധ ഖുർആൻ നിറച്ചും അതാണുള്ളത്. അതിന് പുറമെ ഖുതുബയിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുക, നിങ്ങൾ ജാഗ്രത പാലിക്കുക, തഖ്വയുള്ളവരാവുക. നമ്മുടെ മുമ്പിലൂടെ എത്രയെത്ര മയ്യത്തുകൾ കടന്നുപോയി, എത്രയെത്ര മയ്യത്തുകൾക്ക് മുമ്പിൽ നമ്മൾ നമസ്കരിച്ചു, എത്രയെത്ര മരണവീടുകൾ നമ്മൾ സന്ദർശിച്ചു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും മനുഷ്യന്മാരുടെ കഥ ഇത്രേ ഉള്ളൂ. അപ്പോഴും പറയുന്ന നമ്മളതിൽ നിന്ന് ഒഴിവാണ്. അങ്ങനല്ല. നമുക്കെപ്പോഴും ബാധിക്കാൻ സാധ്യതയുള്ള, തീയതി അറിയാത്ത ഒരവസാനം ഈ ദുനിയാവിലെ ജീവിതത്തിനുണ്ട്. അതിനു മുമ്പ് നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കണം. അങ്ങനെ ചെയ്തു വെച്ചാൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ മലക്കുൽ മൗത്തിനെ സമീപിക്കാൻ കഴിയും. നാളെ രാവിലെ 10 മണിക്ക് നീ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊരാളോട് നമ്മൾ പറഞ്ഞുറപ്പിച്ചാൽ നമ്മൾ 9:45-നോ 9:50-നോ തന്നെ റെഡിയായിരിക്കും. വാഹനമായിട്ട് അയാൾ വരുമ്പോ ഉടനെ തന്നെ പ്രതീക്ഷിച്ച ആൾ വന്നതുകൊണ്ട് ഇറങ്ങിച്ചാടിയവരുടെ കൂടെ നമ്മൾ പോകും. ഇതുപോലെ മലക്കുൽ മൗത്തിന്റെ കൂടെ പോകാൻ കഴിയുന്നവരാണ് പരിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു മരണമാണ് സന്തോഷകരമായ മരണം. മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന, സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന, ആകാശലോകത്ത് നിന്ന് ഇതിലെ കൊണ്ടുവരൂ എന്ന് ആകാശത്തിന്റെ ഓരോ കവാടത്തിൽ നിന്നുകൊണ്ട് മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന മരണമുണ്ട്. എന്തായാലും മരിക്കും. എങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ഒരു മരണമായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ജാഗ്രത കാണിക്കണം. അള്ളാഹു ചോദിക്കുകയാണ് സൂറ അൽ ഹദീദിൽ, വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹി വറസൂൽ യദ്ഉക്കും ലിതുഅ്മിനൂ ബിറബ്ബിക്കും. എന്തേ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തത്? അപ്പൊ നമ്മൾ പറയാ, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്നാ. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടല്ലേ ജുമാക്ക് വന്നത്? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ മുസ്ലിം ആയത് എന്നാണ് നമ്മൾ ചോദിക്കുക. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അള്ളാഹുവിന്റെ വിശ്വാസം. എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാകുന്നത് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഖാലത്തുൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. നമ്മളെപ്പോലെ ഒരു പക്ഷേ ഞങ്ങളും മുഅ്മിനീങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ടായിരുന്നു. നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞു റസൂലിനോട്, നീ അവരോട് പറഞ്ഞേക്ക്, ലം തുഅ്മിനൂ, വിശ്വസിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ഖൽബിന്റെ അകത്തേക്ക് കേറിയിട്ടില്ല. അത് ഖൽബിന്റെ അകത്തേക്ക് കേറിയിട്ടില്ല. ഖൽബിന്റെ അകത്തേക്ക് കേറിയാൽ അതിന്റെ ലക്ഷണങ്ങൾ പുറത്തു കാണിക്കും. ഈ ഫാന് തിരിയണ എങ്ങനെയാണ്? അവിടെയൊക്കെ പവർ കണക്ഷൻ എത്തുന്നതുകൊണ്ടാണ്, കറണ്ട് എത്തുന്നതുകൊണ്ടാണ്.
നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ ഉപകരണത്തിലേക്ക് കറണ്ട് പോകുന്നതിനെ വരുന്നതിനെ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. ആ സ്വിച്ച് നമ്മൾ അമർത്തുമ്പോൾ ആ കണക്ഷനാണ് വിട്ടുപോകുന്നത്. അപ്പൊ ഫാൻ കറങ്ങുന്നത് നിന്ന് പോകും, ലൈറ്റ് കെട്ടുപോകും, AC ഓഫായി പോകും. പിന്നെ ആ കണക്ഷൻ കൊടുക്കുമ്പോൾ അത് കറങ്ങാൻ തുടങ്ങും, അത് പ്രകാശിക്കാൻ തുടങ്ങും, അത് തണുപ്പ് വരും. ഇങ്ങനെ കൽബിന്റെ അകത്ത് ഈമാൻ അങ്ങോട്ട് കയറിയാൽ ഉണ്ടാകുന്ന ചിലതുണ്ട്. കൽബിനകത്ത് ഈമാൻ കയറിയാൽ ഉണ്ടാകുന്ന ചിലതുണ്ട്. ആ ചിലത് എന്താണെന്ന് ഖുർആൻ പറയുന്നു. അവിടെയൊക്കെ ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിൽ എന്താ കൂട്ടരെ നിങ്ങൾ വിശ്വസിക്കാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ വിജയിപ്പിക്കാനല്ല കേട്ടോ വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഭൗതികമായ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ നമ്മളെ വിളിച്ചത്. ഏതോ റബ്ബിൽ വിശ്വസിക്കാനോ അല്ല വിളിച്ചത്, അറബികളുടെ റബ്ബിലെ വിശ്വസിക്കാനല്ല. ഒരു ഗോത്രത്തിന്റെ ദൈവത്തിലോ ഒരു കുടുംബക്ഷേത്രത്തിലേക്കോ അല്ല നമ്മളെ വിളിച്ചത്. എന്തിനാണ്? ലിതുക്മിനു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സൃഷ്ടിക്കുകയും പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത റബ്ബ്. അമ്മിഞ്ഞപ്പാല് മാത്രം കുടിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ വായിൽ പല്ലില്ലായിരുന്നില്ല. എന്താണ്? അന്ന് പല്ല് ആവശ്യമില്ല. പിന്നെ ഭക്ഷണം ചവച്ചരച്ച് തിന്നേണ്ട സമയമായപ്പോ പല്ല് മുളച്ചു, നല്ല മൂർച്ചയുള്ള പല്ലുകൾ. ആ മൂർച്ചയുള്ള പല്ലുകൾ ഒരു കോട്ട കണക്കെ നിൽക്കുമ്പോൾ അതിന്റെ നടുവിലാണ് നാവെന്ന ഒരു ഇറച്ചി കഷ്ണമുള്ളത്. ഈ പല്ല് തട്ടി ഇങ്ങനെ നാവ് മുറിഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും സംസാരിക്കാൻ കഴിയില്ല, തിന്നാൻ കഴിയില്ല. എല്ലാറ്റിനും അതിൻ്റെതായ നിയന്ത്രണ രേഖയുണ്ട്, പരിധികളുണ്ട്, അളവുകളുണ്ട്. വലിയ വലിയ മൃഗങ്ങളെ അറുത്ത് മാംസമാക്കി കറി വെച്ചിട്ട് തിന്നാൽ അത് ദഹിച്ചു പോകും. ആ ദഹനം നടക്കുന്ന നമ്മളെ വയറ്റിന്റെ അകത്തുള്ള ഇറച്ചി കഷ്ണങ്ങളുണ്ട്, ആമാശയം പോലെയുള്ളത്, അതൊന്നും ദഹിക്കുന്നില്ല. ഈ വലിയ പോത്തിറച്ചി ദഹിക്കുന്ന സ്ഥലത്ത് തന്നെ അത് ദഹിക്കാതെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ ആവശ്യം അത് നൽകിക്കൊണ്ട് നമ്മെ പടിപടിയായി വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ റബ്ബിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്. വഖദ് അഖദ മീസാഖക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളിൽ നിന്ന് അല്ലാഹു ഉറപ്പ് വാങ്ങിയിട്ടില്ലേ? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഖാലൂ ബലാ ഷഹിദനാ, അങ്ങനെ ഒരു ഉറപ്പുണ്ട്. മുഅ്മിനീങ്ങളാണെങ്കിൽ അതിനോ അപ്പുറത്തൊരു ഉറപ്പുണ്ട്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു ഉറപ്പാ, ഇത് ഒരു കരാറാണ്. ആ കരാർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. വല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി, എന്നിട്ട് അതൊക്കെ അവ്യക്തമായി വിട്ടുകളയല്ല ചെയ്തിട്ടുള്ളത്. അവൻ അല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേൽ അവൻ ഇറക്കിയിട്ടുണ്ട് ആയാത്തിൻ ബയ്യിനാത്ത്, വളരെ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ. ഖുർആൻ ഏതോ മലന്റെ മുകളിൽ തന്നിട്ട് പോയതല്ല, ഇറക്കി വെച്ചതല്ല, അള്ളാഹുവിന്റെ അടിമയുടെ മേൽ ഇറക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഇറക്കിയതാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? ആ ഇറക്കപ്പെട്ട ഓരോ ആയത്തിന്റെയും വ്യാഖ്യാനവും വിശദീകരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരും. ആ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം, പിന്തുടരണം. അതിനുവേണ്ടിയാണ് ലിയുഖ്രിജക്കും മിനദ്ദുലുമാതി ഇലന്നൂർ. ആ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും. എന്താണ് ജീവിതം എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകും. എന്താണ് ലൈംഗികത എന്നുള്ളതിനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകും. എന്താണ് ശരീരം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ബോധം ഉണ്ടാകും. തപ്പിത്തടയലുകൾ ഉണ്ടാവുകയില്ല. എന്താണ് പരിഷ്കാരം, എന്താണ് പുരോഗതി എന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകൂടാതെ കാണുന്നതൊക്കെ സ്വീകരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് മനുഷ്യൻ. അല്ല, വ്യക്തതയുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ലഭിക്കും. വഇന്നല്ലാഹ ബിക്കും ലറഊഫുർ റഹീം, നിശ്ചയമായി നിങ്ങളെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ ഏറെ ദയയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. ആ ഖുർആനിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാം. ആ സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പുതിയ ജീവിതം എന്ന് പറയുന്നത്.
അത് ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ലൈഫാണ്. ഹാപ്പി ന്യൂ ലൈഫ്, ഒരു പുതിയ സന്തോഷകരമായ പുതിയ ജീവിതം. ആ സന്തോഷകരമായ പുതിയ ജീവിതം ഈ ഖുർആൻ സ്വീകരിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരിത് സ്വീകരിച്ചപ്പോൾ അവര് പെണ്ണിനോട് എങ്ങനെ പെരുമാറിയിരുന്നത്? ഈ ഖുർആൻ കിട്ടിയതോടുകൂടി അവരുടെ ഹൃദയത്തിൽ വെളിച്ചെത്തി, മനസ്സിൽ വെളിച്ചെത്തി, നിലപാടുകൾ മാറി. എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്? അവരുടെ ജീവിതം എന്തായിരുന്നു? മദ്യത്തിന്റെ ലഹരിയിൽ നിന്നും പറഞ്ഞാൽ അത് ചെറുതായി പോകും. ഞാൻ മരിച്ചാൽ എന്റെ ഖബർ മുന്തിരിവള്ളിയുടെ ചുവട്ടിലായി എന്റെ ഖബർ ഒരുക്കണം, എന്തിനാ അവിടുന്ന് ഉറ്റി വീഴുന്നത് ആസ്വദിക്കാലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടരാണ്. എന്നൊക്കെ അവർ മോചിപ്പിക്കപ്പെട്ടു. ഈ ഖുർആൻ അവരെ വഴി നടത്തുകയാണ്. അതുകൊണ്ട് വെളിച്ചം കയ്യിലുള്ളത് നമ്മുടെ കയ്യിലാണ് വെളിച്ചമുള്ളത്. ആ വെളിച്ചം കയ്യിലുള്ള നാം അടങ്ങിയിരിക്കാൻ പാടില്ല, ആലസ്യത്തിലാവാൻ പാടില്ല. അള്ളാഹു പറയുകയാണ്, ഫലാ തുത്ഇൽ കാഫിരീൻ, നിങ്ങൾ നിഷേധികളെ അനുസരിക്കാൻ പോകണ്ട. നിഷേധികളെ നിങ്ങൾ അനുസരിക്കാൻ പോകരുത്. അവര് പലതും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു തരും. ഇതാണ് നല്ലത്, ഇതാണ് മെച്ചം, ഇതാണ് ജീവിതത്തിന്റെ നേട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫലാ തുത്ഇൽ കാഫിരീൻ, നിങ്ങൾ അവരനുസരിക്കരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും, നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യുക. ബിഹി, ഏതുകൊണ്ട്? ഈ ഖുർആൻ കൊണ്ട്. ജിഹാദൻ കബീറ, ഏറ്റവും മഹത്തായ ജിഹാദ് നിങ്ങൾ അവരോട് ചെയ്യുക. ഖുർആൻ കൊണ്ട് നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യണം. അതാണ് വെളിച്ചുണ്ടാക്കുന്ന വഴി എന്ന് പറയുന്നത്. ഈ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈമാനിന്റെ സത്യതയുടെ തെളിവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ മുഅ്മിനാന്ന് പറഞ്ഞാൽ പോരാ. എന്തേ നിങ്ങൾ വിശ്വസിക്കാത്തത് ചോദിക്കുമ്പോ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നവരോടാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. ആരാണ് ശരിക്കും മുഅ്മിനീങ്ങൾ എന്നറിയോ? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മലം യർതാബു, പിന്നീട് സംശയിച്ചു പിന്മാറിക്കളയാത്തവരാണ്. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞത് അവർ മാത്രമാണ്. അല്ലാത്തതൊക്കെ വെറും വർത്താനാണ്. ഞങ്ങൾ മുഅ്മിനാണ്, ഞങ്ങൾ മുഅ്മിനാണെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. സത്യസന്ധമായിട്ടാണോ പറഞ്ഞത് എങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം, റസൂലിൽ വിശ്വസിക്കണം, സംശയിക്കാതിരിക്കണം. പിന്നെ നമ്മൾ വിചാരിക്കുക ബാക്കി ആചാരോ അനുഷ്ഠാനമൊക്കെ ഇപ്പൊ പറയുന്നതാണ്. അത് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ വിശ്വസിക്കണം, റസൂലിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ അതിൽ പെട്ടതാ. പ്രത്യേകം പിന്നെ എടുത്തു പറയുന്നത് അതിന്റെ പ്രത്യേകത കൊണ്ടും പ്രാധാന്യം കൊണ്ടും തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമരം ചെയ്യണം. സമരം ചെയ്യണം ഇസ്ലാമോ? അതെ, അതാണ് ഈമാന്റെ തെളിവ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. എങ്ങനെയാണോ സമരം ചെയ്യേണ്ടത് അതുപോലെ ചെയ്തോളൂ, നിങ്ങൾ പ്രക്ഷോഭം നടത്തിക്കോളൂ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനാവശ്യമായ എല്ലാ കരുത്തും നേടിയെടുക്കുക എന്ന് പറയുന്നതാണ്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനുള്ള ഒരുക്കാണ് ആ ജിഹാദിന്, ഈ പ്രക്ഷോഭത്തിനുള്ള ഒരുക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വഭാവ മഹിമയാണ്. മനുഷ്യന്മാരോട് നന്നായിട്ട് പെരുമാറുക, ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, ആളുകളോട് വിശേഷം അന്വേഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹാദിനുള്ള ഒരുക്കാണത്. ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, ആളുകളോട് കർക്കശത്തോട് പെരുമാറാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവ മഹിമ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മികച്ച യോഗ്യത, സംസാരിക്കുന്ന ഭാഷയിൽ എല്ലാറ്റിലും മികച്ച, അമ്പെയ്ത്തിൽ മികച്ച യോഗ്യത, നല്ല കായിക ശേഷി, ശാരീരിക ക്ഷമത, ഒന്നിനും കഴിയാത്ത ഒരു രോഗിയായിട്ടുള്ള അവശനായിട്ടുള്ള ഒരവസ്ഥയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നല്ല കരുത്തുള്ള ശരീരം, ആവശ്യമുള്ള വ്യായാമം ഇതൊക്കെ ഉണ്ടാവണം. ഒരാളുടെ സുഖജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ആരോഗ്യമുള്ള അവസ്ഥയാണ്.
നല്ല ആരോഗ്യമുള്ള അവസ്ഥയാണ്. വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നമ്മുടെ ശരീരം നന്നായിട്ട് ശേഷിയുള്ളതാവാം. ഖവിയ്യുൻ അമീൻ എന്നാണ് മൂസാ നബിയെ കുറിച്ച് പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ റുക്കാന എന്ന് പറയുന്ന ഒരു ഗുസ്തിക്കാരൻ വെല്ലുവിളിച്ചു. ഗുസ്തിക്ക് വെല്ലുവിളിച്ചു റസൂൽ. നമ്മളാണെന്താ പറയാ, നമ്മളാണെങ്കിൽ പറയുന്ന വെച്ചാൽ അതൊന്നും ഇപ്പം എന്നെ കൊണ്ടാവില്ല, ഞാനിങ്ങനെ അല്ലേ. റസൂലിനെ പോയി ഗുസ്തിയിൽ പങ്കെടുത്തു. എന്നിട്ട് ചോദിച്ചു, തോറ്റാൽ എന്താ തരാൻ? തോറ്റാൽ ഇത്ര പൈസ തരാന്ന് പറഞ്ഞു. റസൂലിനെ തോൽപ്പിച്ചു. റുക്കാന തന്നെ ഞെട്ടിപ്പോയി. മദീനയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. റുക്കാന ബിൻ യസീദ് തോറ്റ് മലർന്ന് കിടക്കുകയാണ്. എന്നാ ഒന്നും കൂടി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും മലർത്തിയടിച്ചു. ഒന്നും കൂടി എന്ന് പറഞ്ഞു. പിന്നെയും മലർത്തിയടിച്ചു. 3 തവണ. അങ്ങനെ റുക്കാനെ പൈസ എടുക്കാൻ പോകുമ്പോൾ റസൂൽ പറഞ്ഞു, തോൽവിയും പൈസ നഷ്ടവും കൂടി ഈ സഹിക്കണ്ടെന്ന് പറഞ്ഞു. പൈസ ഒന്നും വാങ്ങിയില്ല. ആരോഗ്യം വേണം, കരുത്തു വേണം. നന്ന ചുരുങ്ങിയത് 1 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട് ഈ ഖുതുബ കേൾക്കുന്നതെന്ന് ആലോചിച്ചു. ഒരു നായ ഓടിച്ചാൽ ഓടണം. 2 കാലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, 4 കാലുള്ള ഒരു നായ നമ്മൾ ഓടിച്ചാൽ ഓടണ്ടേ. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മുടെ ശരീരം കൊണ്ട് ത്യാഗപരിശ്രമം നടത്തണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാൻ സത്യമുള്ള ഈമാനാവുക എന്നാണ്. ഖുർആൻ കൊണ്ടുള്ള ജിഹാദിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഹഖ തിലാവത്ത് എന്ന് ഖുർആൻ പറയുന്നു. അത് കേവല പാരായണമല്ല. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാ എന്നൊരർത്ഥമുണ്ട്, അതിനെ പിന്തുടരുക. പാരായണം വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേൾക്കാൻ ആളുകൾ രാത്രി, ശത്രുക്കൾ പോലും, അവരുടെ നേതാക്കന്മാർ പോലും ഒരുമിച്ച് കൂടിയ കഥയുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വന്ന ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം കേട്ടിട്ടാണ് മാറിയത്. ഒരുപാടൊന്നും വായിക്കാനും പഠിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് മാറിയതാണ്. ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്. ഖുർആനില് ഖൂലൂ ഖൗലൻ സദീദ, നല്ലത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പാരായണം ചെയ്ത് കൂലിയിട്ടിട്ട് നമ്മൾ നല്ലതല്ല പറയണമെങ്കിൽ പിന്നെ അത് ഹഖ് തിലാവത്താവുകയില്ല. യഥാർത്ഥത്തിലുള്ള തിലാവത്ത് ഖുർആനിനെ അനുധാവനം ചെയ്യുക എന്നതാണ്. ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ പുതിയ ജീവിതമാണ്. ആ ഖുർആനിനെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട്, എന്താണ് ഖുർആൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ ബിയോട് ചോദിച്ചല്ലോ, എന്താ റസൂലിന്റെ സ്വഭാവം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലിന്റെ കാന ഖുൽഖുഹു അൽ ഖുർആൻ, ഖുർആനാ റസൂലിന്റെ സ്വഭാവം. പിന്നെ വേറെന്തോ പറയണോ? ഇങ്ങനെ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ തെളിയിക്കണം. അതാണ് നമ്മുടെ പുതിയ ജീവിതം. അല്ലാതെ ഡിസംബർ 31 മാറി ജനുവരി 1 ആകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഡയറി ഒന്ന് മാറ്റിയതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. കലണ്ടർ മാറ്റിയതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. കുറെ നക്ഷത്രം കെട്ടിത്തൂക്കിയൊണ്ടൊന്നും സംഭവിക്കാനില്ല. ദീനിന്റെ, ഇൽമിന്റെ, ഈമാനിന്റെ നക്ഷത്രം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശോഭയുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ഈ ഉപകരണങ്ങളിലേക്ക് കരണ്ട് ചെന്നപ്പോൾ അതൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയതുപോലെ നമ്മുടെ ഈമാൻ നമ്മുടെ ഖൽബുകളിലേക്ക് കയറിയിട്ട് നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാം ഈമാൻ കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങണം. അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.